സാധാരണ നമ്മൾ ഈ ബോഡി ചെക്കപ്പ്, ബ്ലഡ് ടെസ്റ്റ് ഇതൊക്കെ നമ്മുടെ ഹെൽത്ത് എത്രത്തോളം ഓക്കെയാണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ നടത്തുമല്ലോ. അതെ അതെ അതുപോലെ നമ്മുടെ കിഡ്നി സ്റ്റോൺ പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് നടത്താൻ ടെസ്റ്റ് പറ്റുമോ? നടത്താം. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് തന്നെ, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് ഉണ്ടല്ലോ, RFT എന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ഒരു ആരോഗ്യത്തിന്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് സ്റ്റോൺ ഒക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ട് സാധാരണ അവൈലബിൾ എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയ ഒരു ടെസ്റ്റ് ആണല്ലോ. അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴേ ഒരു പ്രൈമറി ഐഡിയ കിട്ടും. നമുക്ക് ഡേഞ്ചറസ് ആയ സ്റ്റോൺ ഉണ്ടോ, പിന്നെ ഈ ട്യൂബിൽ വന്നേക്കുന്ന ബ്ലോക്ക് ചെയ്യുന്ന കല്ലുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷെ എല്ലാ കല്ലുകളും നമുക്ക് ഇതിൽ അൾട്രാസൗണ്ട് കാണണമെന്നില്ല. അപ്പൊ ചില കേസിൽ നമുക്കൊരു ഡൗട്ട് നിൽക്കുന്ന സമയത്ത് സി ടി സ്കാൻ, ഈ CT സ്കാനാണ് ഇതിൽ ഏറ്റവും നല്ല ടെസ്റ്റ്. ഇപ്പൊ അവൈലബിളില് ഒരു പ്ലെയിൻ CT എന്ന് പറയും, ഹൈ റെസൊല്യൂഷൻ പ്ലെയിൻ CT എടുത്തു കഴിഞ്ഞാൽ കാണാത്ത കല്ലുകളില്ല, എല്ലാ കല്ലും കാണാൻ പറ്റും. ശരി, എവിടെയെങ്കിലും ഈ കല്ല് നിൽക്കുന്നത് കാരണം മൂത്ര തടസ്സം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? വരാം. അത് താഴത്തെ ഭാഗത്ത്, അതായത് ഒരു കിഡ്നി ബ്ലോക്ക് ആയാൽ നമുക്ക് മൂത്രതടസ്സം വരില്ല, മറ്റേ കിഡ്നിന്ന് യൂറിൻ വരുമല്ലോ. ബ്ലാഡറിൽ താഴെ വന്നിട്ട് പിന്നെ ഒരു മൂത്രനാളിയിലേ നമുക്കുള്ളൂ. ആ മൂത്രനാളിയിൽ വന്നു കഴിഞ്ഞാൽ മൂത്ര തടസ്സമായിട്ട് അങ്ങനെ വരാം. തീരെ മൂത്രം അവിടെ ചിലപ്പോൾ ഈ സ്റ്റോൺ വന്ന് സ്റ്റക്ക് ആയി കിടക്കുന്നുണ്ടെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാറുണ്ട്. അപ്പൊ നമ്മൾ ട്യൂബ് ഇടുമ്പോൾ ട്യൂബ് കയറാതിരിക്കാം. അങ്ങനെയാകുമ്പോൾ ചിലപ്പോൾ എമർജൻസി ആയിട്ട് ഇത് ബ്രേക്ക് ചെയ്ത് എടുക്കേണ്ടി വന്നേക്കാം. ഡോക്ടർ ഇപ്പൊ പറഞ്ഞ RARSന്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ട്രീറ്റ്മെന്റ് ആണ്. എന്താണ് ആക്ച്വലി ഒരു പേഷ്യന്റിന് അതുകൊണ്ട് ഉണ്ടാവുന്ന ഗുണങ്ങൾ? ഒന്നാമത് മേജർ ബെനിഫിറ്റ് മുറിവില്ല എന്നുള്ളത്. രണ്ടാമത് നമ്മുടെ ഹൈ കാർഡിയാക് റിസ്ക് ഉള്ള പേഷ്യൻസ്, സ്ട്രോക്ക് വന്ന പേഷ്യൻസ്, ഇവർക്കൊക്കെ ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കും. ഒന്ന് സ്റ്റെന്റ് ഇട്ടവർക്ക് സ്റ്റെന്റ് ബ്ലോക്ക് ആതിരിക്കാൻ, പിന്നെ ബ്രെയിനിൽ സ്ട്രോക്ക് റിക്കറൻസ് വരാതിരിക്കാനൊക്കെ ബ്ലഡ് തിന്നേഴ്സ് യൂസ് ചെയ്യും. ഈ PCNL പോലെയുള്ള കീ ഹോൾ ചെയ്യുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ ഒരു 2 ആഴ്ചയൊക്കെ എടുക്കും. ആ പീരീഡിൽ ഇവർക്ക് രണ്ടാമത് ഈ പ്രോബ്ലംസ് വരാം. പിന്നെ വേറൊരു പ്രോബ്ലം, കിഡ്നി കീ ഹോൾ ഇടുമ്പോൾ ഒരു സൈഡ് കിഡ്നി ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറിക്ക് ഒരു റിസ്ക് ഞാൻ പറഞ്ഞല്ലോ. ഇതേ റിസ്ക് 2 സൈഡ് ചെയ്യുമ്പോൾ ഡബിൾ ആണ്. 2 കിഡ്നി ഒരേ സമയം ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് ലൈഫ് ത്രെറ്റനിങ് ആവും. അതുകൊണ്ട് ഒരിക്കലും 2 സൈഡ് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ലായിരുന്നു പണ്ട്. ഇപ്പോഴും നമ്മൾ എൻഡോസ്കോപ്പി ആയതുകൊണ്ട് റൂട്ട് അടിയിലൂടെയാണ്. വൺസ് ബ്ലാഡറിൽ എത്തിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പോയി കഴിഞ്ഞാൽ 2 കിഡ്നിയിൽ ഒരേ സമയത്ത് എത്താം. ഒരു സിറ്റിംഗ് സെയിം അനസ്തീഷ്യയിൽ 2 കിഡ്നി സ്റ്റോൺസും ഒറ്റയടിക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. പിന്നെയുള്ള മേജർ ബെനിഫിറ്റ് വലിയ റെസ്റ്റ് വേണ്ട. കീ ഹോളിൽ ഒരു 3 വീക്സ് റെസ്റ്റ് വേണമെങ്കിൽ ഇതിൽ 2 ദിവസം കഴിഞ്ഞാൽ ജോലിക്ക് പോവാം. അത്രയും വർക്ക് നമ്മള് ലീവ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, ജോലിയിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഒരു സ്റ്റെന്റ് എന്ന ട്യൂബ്, യൂഷ്വലി സ്റ്റെന്റ് എന്ന് പറഞ്ഞ ട്യൂബ് ഇടണം. PCNL ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിഡ്നി ടു ബ്ലാഡർ ഒരു സ്റ്റെന്റ് ഇടണം എന്നുള്ള നിർബന്ധമാണ്. RARSൽ ചെറിയ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റെന്റ് ഒഴിവാക്കിയിട്ട് വിത്തൗട്ട് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഈ സ്റ്റെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് എന്തെങ്കിലും ഇല്ല, അത് കാർഡിയക് സ്റ്റെന്റ് ആണ്. ഈ സ്റ്റെന്റ് ടെമ്പററി സ്റ്റെന്റ് ആണ്. നമ്മൾ ഈ പ്രൊസീജിയർ കഴിഞ്ഞ ഒരു 2 to 3 വീക്സ് സ്റ്റെന്റ് ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ചെറിയ ഫ്രാഗ്മെന്റ്സ് വരുമ്പോൾ ഈ ട്യൂബ് ബ്ലോക്ക് ആതിരിക്കാൻ വേണ്ടിയിട്ട്, കിഡ്നി ടു ബ്ലാഡർ ട്യൂബ് ഉണ്ടല്ലോ, അത് ബ്ലോക്ക് ആതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ശരി.